ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഫാദർ ഇൻ ഹെവൻ, ഹോളി ബി യുവർ നെയിം, ഹല്ലോഡ് ബി ദൈ നെയിം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം വിസ്തീകരിക്കണമേ. മത്തായിയുടെ സുവിശേഷം 6:9 യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എന്താണോ ഇതേക്കുറിച്ച് അധികം നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഓടിച്ചു പോകാതെ നിങ്ങളിതിൻ്റെ അർത്ഥം ഓരോ ലൈനിൻ്റെ യേശു പഠിപ്പിച്ച പ്രാർത്ഥന എത്രമാത്രം സോ മച്ച് ഓഫ് മീനിങ്, ഇത്ര ഡെപ്ത് ഉണ്ടോ, ഇത്ര ആഴമുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഗ്രഹിച്ചിട്ടുണ്ടോ? അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഇങ്ങനെ ശ്രവിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. ഒരു 5 മിനിറ്റ് അല്ല പ്രാർത്ഥന, ഇത് 1 മണിക്കൂർ 2 മണിക്കൂർ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ വിവരിച്ച് പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു പിതാവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം വിശദീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ വിശുദ്ധരായിരിക്കണം. പിതാവ് വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും വിശുദ്ധരായിരിക്കണം എന്ന് കണ്ടു. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. വീണ്ടും വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നു, നമ്മളെ തന്നെ ഓർപ്പിക്കണം എന്നും. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. സാത്താന് വിട്ടുകൊടുക്കരുത്. സാത്താൻ്റെ ഒരു പ്രവൃത്തിയും ഞാൻ അതിന് കൂട്ടു നിൽക്കുകയില്ല. സാത്താനെല്ലാം നോ പറയും, ടെംപ്റ്റേഷൻ നോ പറയും, സിൻ പാപത്തിന് ഞാൻ നോ പറയും എന്ന് പറയണം. അങ്ങനെ ഒരു തീരുമാനമാണ് എന്ന് എടുക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ വി ആർ സാങ്ക്ടിഫൈഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി വിശുദ്ധരാക്കിയിരിക്കുകയാണ്. ഇതിനെല്ലാം സഹായിക്കുന്നത് ഹോളി സ്പിരിറ്റാണ്. യു നീഡ് ദ ഹോളി സ്പിരിറ്റ് ബിക്കോസ് ദർ ഈസ് അൻ ഈവിൾ സ്പിരിറ്റ്. ആ ഈവിൾ സ്പിരിറ്റിനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ, പാപത്തെയും പ്രലോഭനത്തെയെല്ലാം റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം എപ്പോഴും എടുക്കണം. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഗുഡ് മോർണിംഗ്, ഐ നീഡ് യു, ബി വിത്ത് മീ എവരി മിനിറ്റ്, എവരി മോമെൻ്റ് ഐ നീഡ് യു എന്ന് പറയണം. നമ്മൾ ഓർക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരിക്കണം. ഇത് ശരിയാണോ, ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അങ്ങോട്ട് പോകണോ, ഈ ഡ്രസ്സ് ഉടുക്കണോ, ഇത് ഞാൻ വാങ്ങിക്കണോ, എല്ലായിടത്തും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കും. കിടക്കുമ്പോഴാണേലും പറയണം, പരിശുദ്ധാത്മാവേ, ഫിൽ മൈ റൂം വിത്ത് യുവർ പ്രസൻസ്. നിൻ്റെ സാന്നിധ്യത്താൽ എൻ്റെ റൂമിനെ അങ്ങ് അഭിഷേകം ചെയ്യണം. ആ ഫോണൊക്കെ മാറ്റിവെച്ച്, എല്ലാ ലാപ്ടോപ്പും മാറ്റിവെച്ചിട്ട്, TV എല്ലാം മാറ്റിവെച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക. എന്നിട്ട് ആത്മാവിനെ കൂട്ടുപിടിക്കുക. എനിക്ക് നല്ല ഉറക്കം തരണം, എനിക്ക് നല്ല സ്വപ്നം തരണം, എനിക്ക് നല്ല ഡ്രീംസ്, അതായത് നല്ല വിഷൻസ് തരണം. ദർശനം യോസേഫിന് കൊടുത്തതുപോലെ, യാക്കോബിന് കൊടുത്തതുപോലെ എനിക്ക് സ്വപ്നം തരണം. ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് നല്ല സ്വപ്നവും നല്ല വിഷനും ഒക്കെ നിങ്ങളുടെ ഉറക്കത്തിൽ, നിൻ്റെ ആത്മാവ്, നിങ്ങളുടെ സ്പിരിറ്റ് ഈസ് ഓൾവേസ് അവേക്ക്. ബോഡിയാണ് ഇങ്ങനെ ഉറങ്ങുന്നത്. അപ്പോൾ ആ സ്പിരിറ്റിന് വർക്ക് ചെയ്യാൻ പരിശുദ്ധാത്മാവ്, ഗോഡ് വിൽ നെവർ സ്ലീപ്പ്, ഗോഡ് വിൽ നോട്ട് സ്ലീപ്പ്, ഹോളി സ്പിരിറ്റ് ഈസ് അവേക്ക് വെൻ യു ആർ അസ്ലീപ്പ്. സോ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക. പിന്നെ എന്നും പറയണം ഡെയിലി, ഓ ലോർഡ് ഗാഡ് വാട്ട് ഐ ടച്ച്, ഞാൻ തൊടുന്നതെല്ലാം അങ്ങ് സംരക്ഷിക്കണേ, സൂക്ഷിക്കണമേ. ഗാഡ് വേർ ഐ ഗോ, ഞാൻ പോകുന്നിടത്തെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം, പ്രൊട്ടക്ഷൻ ഉണ്ടാകണമേ. ഗാഡ് വാട്ട് ഐ സ്പീക്ക്, ഞാൻ സംസാരിക്കുന്നത് അങ്ങ് ഗാഡ് ചെയ്യണമേ. ഗാഡ് വാട്ട് ഐ ലുക്ക് ആൻഡ് പ്ലീസ് ഗാഡ് ഈവൻ വാട്ട് ഐ തിങ്ക്, എൻ്റെ തോട്ട്സ്, എൻ്റെ ടോക്ക്, എൻ്റെ സംസാരം, എൻ്റെ ചിന്തയെല്ലാം അങ്ങ് നിയന്ത്രിക്കണമേ, ഗാഡ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെയാണ് ഒരു വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കുന്നത്. ഇങ്ങനെയാണ് യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ ശാഖകളാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. നിങ്ങൾ എന്നോട് ഒട്ടിച്ചേർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ സാധിക്കില്ല. 15:5 പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും സാധിക്കില്ല എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ അനാഥരായി വിട്ടിട്ടില്ല, പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർ cannot be separated. The Holy Trinity cannot be separated. Holy Spirit when you call, Jesus when you call, Father, Son and Holy Spirit. 3 പേരുണ്ട്. You can pray to Father, you can pray to Jesus, you can take the help of the ഹോളി സ്പിരിറ്റ്. അങ്ങനെയാണ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ത്രിയേക ദൈവം ഒന്നാണ്. അവരെ സെപ്പറേറ്റ് ചെയ്യത്തില്ല, മാറ്റമില്ല. അപ്പോൾ ഹോളി സ്പിരിറ്റ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ പിതാവും പുത്രനുമാണ് വരുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ ത്രിയേക ദൈവമാണ് വസിക്കുന്നത്. എന്ത് വലിയ റെവലേഷനാണ്, എന്ത് വലിയ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇത് ഭയങ്കര ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ക്യാൻ യു ഡൈജസ്റ്റ് ഇറ്റ്? നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു മരിച്ചത്, നമുക്ക് ഇങ്ങനെ സ്വന്തം പുത്രന്മാരാക്കുവാൻ. നമ്മുടെ
ആ ശരീരം കർത്താവിൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ്, വീടാക്കാൻ, ഭവനമാക്കുവാൻ, മന്ദിരമാക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ആ രക്തം ചിന്തിയത്. എന്നിട്ട് കുരിശിൽ പറഞ്ഞു എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ ഇനി നമ്മൾ ബെഗ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അത് അറിഞ്ഞിരിക്കണം, നമ്മളത് ചോദിച്ച് എന്ന് പറഞ്ഞാൽ താങ്ക് യു നന്ദി പറയണം. എനിക്ക് സൗഖ്യം തന്നു. നിങ്ങളുടെ ശരീരം രോഗത്താൽ വലയുന്നുണ്ടാകും, പക്ഷേ അവിടെ ദൈവം വർക്ക് ചെയ്യാണ്. നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ രോഗം വന്നിരിക്കുന്നത്. എനിക്കും ഉണ്ടല്ലോ രോഗം. കർത്താവെ അതെന്താ? പൗലോസ്ലിയ ചോദിച്ചു, കർത്താവെ ഈ മുള്ള എന്നിൽ നിന്ന് എടുക്കണമേ 2 പ്രാവശ്യം ചോദിച്ചു. പക്ഷേ ദൈവം അത് എടുത്തു മാറ്റാതെ പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, നീ നിഗളിക്കാതിരിക്കാൻ വേണ്ടിയാണ് എനിക്ക് അങ്ങനെയൊക്കെ മുള്ളു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മുള്ളു തരും. എന്തിനാണ്? അത് നമ്മൾ നിഗളിക്കാതെ ബോസ് ചെയ്യാതിരിക്കാൻ, ദൈവത്തിന് എല്ലാ മഹത്വം കൊടുക്കാൻ, ദൈവത്തെ ആശ്രയിക്കാൻ. കർത്താവിൽ സ്വർഗീയപിതാവെ ഒരപ്പനാണ്, നമ്മൾ മക്കളാണ്. കുഞ്ഞുങ്ങൾ എത്രയോ ആശ്രയിച്ച് വരുമ്പോഴാണ് നമുക്ക് എല്ലാ പ്രേയറിൻ്റെ ആൻസർ ലഭിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്. ഇതാണ് ഒരു വിക്ടോറിയസ് ലൈഫ്. ദിസ് ഈസ് ദ ലൈഫ് യു ഷുഡ് ലീവ്. യു വിൽ ബി വെരി ഹാപ്പി വെൻ യു ഡു ദിസ്, വെൻ യു ഒബേ ദ വേർഡ്, വെൻ യു പ്ലീസ് ഗോഡ്. പ്ലീസിങ് പീപ്പിൾ ഈസ് നോ യൂസ് അറ്റ് ഓൾ. നമുക്കൊരു എക്സ്പെക്റ്റേഷനും ഇല്ല. ആൾക്കാരെല്ലാം മാറിപ്പോകും, ആൾക്കാരെല്ലാം ഫേക്കാണ്. എവറിത്തിങ് ഈസ് വാനിറ്റി. എല്ലാം മീനിങ്ലെസ് ആണ്. ഈ ലോകത്തിൽ കാണുന്ന എല്ലാം മീനിങ്ലെസ് ആണ്. ആരും നീതിമാനില്ല, ആരും ഇല്ല കറക്റ്റ്. എല്ലാവരും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം സെൽഫിഷിന്, സ്വാർത്ഥയ്ക്ക് വേണ്ടി നിന്നെ സഹായിച്ചെങ്കിൽ, ഒരു പ്രാവശ്യം നിന്നോട് നല്ല വാക്ക് പറഞ്ഞെങ്കിൽ അത് ചിലപ്പം ഉള്ളിൽ ഒരു കുശുമ്പായിരിക്കും, അസൂയായിരിക്കും. മനുഷ്യർ അങ്ങനെ ആയിരിക്കുകയാണ്. പണ്ട് ഇച്ചിരി കൂടെ നിഷ്കളങ്കരാണ്. ഇപ്പം ഈ മീഡിയ വന്നത്, പിന്നെ ഈ മോഡേൺ വേൾഡിൽ ആരുമില്ല. ഈവൻ മക്കൾ, ഈവൻ ഹസ്ബൻഡ്, ഈവൻ വൈഫ്, ആരുമില്ല റിയലായിട്ടുള്ള. എല്ലാം ഹിപ്പോക്രസിയാണ്. ഞാൻ എല്ലാം അതാണ് കാണുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് ദൈവത്തെ അധികം ആശ്രയിക്കുകയാണ്. ദൈവത്തിൻ്റെ മൈ എക്സ്പെക്റ്റേഷൻ ഈസ് മൈ ഫാദർ ഇൻ ഹെവൻ. മൈ എക്സ്പെക്റ്റേഷൻ ഈസ് ഗോഡ് അലോൺ. എൻ്റെ പ്രത്യാശ, എൻ്റെ ഹോപ്പ്. ഞാൻ ചോദിക്കുന്നു, ഞാൻ ഒത്തിരി എൻ്റെ ഹസ്ബൻഡിൽ നിന്നും എൻ്റെ മക്കളിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അതൊക്കെ നിഷ്ഫലമാകും, അതൊക്കെ നിരാശയാകും. പക്ഷേ ദൈവത്തിൽ നിന്ന്, ദൈവത്തെ ആശ്രയിച്ച് നോക്കിക്കേ, ദൈവം എത്രമാത്രം അനുഗ്രഹിക്കും. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. 1 കൊരിന്ത്യർ 2:9 പറയുന്നു. അങ്ങനെ തന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ഈ വചനം അനുസരിച്ച് ജീവിക്കുക, ഈ വചനം അനേകരിലേക്ക് എത്തിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.